അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സഹോദരങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഉളുഹിയത്തിൻ്റെ ഇറച്ചി ആർക്കൊക്കെ നൽകാം? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്തിൻ്റെ ഓഹരിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറഞ്ഞ് ഫക്കീറന്മാർ, മിസ്കീന്മാർ, അങ്ങനെ തുടങ്ങി സക്കാത്തിൻ്റെ ഓഹരികൾ ആർക്കൊക്കെ നൽകണമെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് അപ്രകാരം അവകാശികളുടെ പേര് വിശുദ്ധ ഖുർആൻ നേരിട്ട് പറയുന്നില്ല, മറിച്ച് ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഖുർആനിന്റെ 22-ാം അധ്യായം 36-ാമത്തെ വചനം, ഫകുലൂ മിൻഹ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തറ കദാലിക സഖറനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അവയിൽ നിന്ന് അഥവാ ബലിമൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും അതേപോലെ തന്നെ യാചിക്കാതെ സംതൃപ്തി അടയുന്നവനും ആവശ്യപ്പെട്ടു വരുന്നവനും നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മുഅ്തറ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു വരുന്നവർ, കാനിഅ എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട്, ആ ദാരിദ്ര്യമാണെങ്കിലും ദാരിദ്ര്യം പുറത്തറിയിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മിസ്കീന്മാരായ ഫക്കീറന്മാരായ ആളുകൾ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സാധുക്കളായ ആളുകൾ, അവർക്കും ആവശ്യക്കാരായി ചോദിച്ചു വരുന്നവർക്കും നിങ്ങൾക്ക് നൽകാം. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, പരവശനും ദരിദ്രനായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾ അതിൽ നിന്ന് കൊടുക്കുക, ഭക്ഷിപ്പിക്കുക എന്നാണ്. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് അതിൽ നിന്ന് കൊടുക്കണം എന്നാണ്. സാധുക്കളായ ആളുകൾക്കാണ്, മിസ്കീന്മാർ, ഫക്കീറന്മാർ, ദാരിദ്ര്യമുള്ളവർ, പ്രയാസമനുഭവിക്കുന്നവർ, അവർക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന്, ഉളുഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് കൊടുക്കണം എന്ന കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 22-ാം അധ്യായം 36, 28 എന്നിങ്ങനെയുള്ള വചനങ്ങളിലായി സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇവിടെ മറ്റൊരു സംശയം പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങൾക്ക്, സഹോദര സമുദായ അംഗങ്ങൾക്ക് ഈ മാംസം കൊടുക്കാൻ പറ്റുമോ, ഇതിൽ നിന്ന് മാംസം കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ഇവിടെ മഹാനായി ഇബ്നു ബാസ് റഹ്മഹുമുള്ള അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്ന ഫത്വ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഹൽ യജൂസു ഇഅതാഅ ഗൈറൽ മുസ്ലിമി മിൻ ലഹ്മിൽ ഉളുഹിയ, ഉളുഹിയത്തിന്റെ ഇറച്ചിയിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് കൊടുക്കൽ അനുവദനീയമാണോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി, ലാ ഹറജ, അതിൽ പ്രശ്നമില്ല. ലിഖൗലിഹി ജല്ല വഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, അതേപോലെ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളുമായി നിങ്ങൾ എന്ത് ചെയ്യണം? അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നന്മ ചെയ്യുകയും അവരോട് നീതിയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നതിൽ അള്ളാഹു നിങ്ങളെ വിലക്കിയിട്ടില്ല എന്ന സൂറത്തുൽ മുംതഹിനയുടെ 8-ാമത്തെ വചനമാണ് ഇബ്നു ബാസ് റഹ്മഹുമുള്ള അദ്ദേഹത്തിന്റെ ഫത്താവയിൽ തെളിവായി കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫൽ കാഫിറുൽ ലദീ ലൈസ ബൈനനാ വ ബൈനഹു ഹർബുൻ, നമ്മളുമായി യുദ്ധം ചെയ്യാത്ത മുസ്ലിങ്ങളായ ആളുകളാണെങ്കിൽ, കൽ മുസ്തഅ്മിനി ഔൽ മുആഹിദി യുഅതാ മിനൽ ഉളുഹിയതി വ മിനസ് സ്വദഖ, അപ്പോൾ നമ്മളുമായി യുദ്ധത്തിൽ ഏർപ്പെടാത്ത, നമ്മളുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന, ഇണങ്ങി ജീവിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെയൊക്കെ അയൽവാസികളായി സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവർ, അവർക്ക് സ്വദഖയിൽ നിന്നും കൊടുക്കാം, ഉളുഹിയത്തിന്റെ മാംസത്തിൽ നിന്നും കൊടുക്കാം എന്ന് രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ മാംസം അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയാണുള്ളതെങ്കിൽ അത്തരക്കാർക്ക് അത് കൊടുക്കേണ്ടതില്ല. ഇത് ദുരുപയോഗം, മദ്യത്തിന്റെ കൂട്ടത്തിലൊക്കെ ഇതിൻ്റെതായ പവിത്രത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിത് കൊടുക്കേണ്ടതില്ല. അല്ലാത്തവർക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന അഭിപ്രായമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി അടുത്തത്, ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട്, ഇത് സൂക്ഷിച്ചു വെക്കുന്നതിന്റെ വിധി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു, നിങ്ങൾ കഴിച്ചോളൂ, വഅത്ഇമു, മറ്റുള്ളവർക്ക് ഭക്ഷണമായി കൊടുത്തോളൂ, വദ്ദഖിറു മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ. ഈ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ദിവസത്തിലധികം നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, അവിടെ ദാരിദ്ര്യം, വല്ലാത്ത ദാരിദ്ര്യമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇറച്ചി ആ സമയത്ത് അനിവാര്യമാണ് പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അത് സൂക്ഷിച്ചു വെച്ച് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാതെ തടസ്സപ്പെടുത്തരുത് എന്ന അടിസ്ഥാനത്തിലാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത്. എന്നാൽ പിന്നീട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വഅത്ഇമു വദ്ദഖിറു, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ, മാഷിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേപോലെ മറ്റൊരു സംശയമാണ്, ഉളുഹിയത്തിന് കൂടിയ ആളുകൾ, ഉളുഹിയത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവർക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. വളരെ വ്യക്തമായ ഹദീസിലും ഖുർആനിലും ഹദീസിലും ഒക്കെ നമുക്ക് കാണാം, ഫഖുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളൂ, ഫഖുലൂ മിൻഹ, നിങ്ങൾ 2 ആയത്തിൽ അല്ലാഹു അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. റസൂലും പറഞ്ഞു കുലു, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളൂ. അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം.
അതേപോലെ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ മാംസത്തിന്റെ 1/3 ഭാഗം അങ്ങനെ വീതിക്കാനുള്ളൊരു തെളിവ് വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഹദീസുകൾ കൃത്യമായി അതിനുള്ള പ്രമാണങ്ങളില്ല. ഇനി അങ്ങനെ വീതിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ 1/3 കൂടുതൽ ഒരാൾ എടുത്തു എന്ന് കരുതി, അല്ലെങ്കിൽ 1/3 കുറവാണ് എടുത്തത് കരുതി അതിൽ പ്രശ്നങ്ങളില്ല. കാരണം അന്ന് കൃത്യമായ പ്രമാണമില്ലാത്ത ഒരു വിഷയമാണ്, അതിൽ വസ്വാസ് കാണിക്കേണ്ടതില്ല. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.